പടിഞ്ഞാറൻ അതിർത്തിയായ കുർദിസ്ഥാൻ പ്രവിശ്യയിൽ നടന്ന അതിതീവ്രമായ സുരക്ഷാ ഓപ്പറേഷനിൽ PJAK ഭീകരവാദ സംഘത്തെ വകവരുത്തിയതായി ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ടായിരുന്ന നീക്കത്തെയാണ് ഇറാന്റെ സുരക്ഷാ സേന കൃത്യമായ ആസൂത്രണത്തിലൂടെ തകർത്തത്. വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിയൻ അധികൃതർ ഈ നീക്കം നടത്തിയത്. അതിർത്തി ബോർഡർ ഗാർഡുകളും മിനിസ്ട്രി ഓഫ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് തീവ്രവാദികളുമായി രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായത്. പ്രത്യേക വിവരം ലഭിച്ചതിനെ തുടർന്ന് അതിർത്തി മേഖലയിൽ നിലയുറപ്പിച്ച സുരക്ഷാ സേനയ്ക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. മിനിറ്റുകളോളം നീണ്ടുനിന്ന അതിശക്തമായ തോക്കുപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ 4 സംശയാസ്പദമായ ഭീകരർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാനിയൻ അതിർത്തി കടന്ന് രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഭീകര സംഘത്തിന്റെ വാഹനത്തെ സുരക്ഷാ സേന തടഞ്ഞു നിർത്തിയതാണ് ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചത്. ആയുധങ്ങളുമായി എത്തിയ സംഘത്തെ വിട്ടുവീഴ്ചയില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇറാൻ സേനയ്ക്ക് സാധിച്ചു. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിലുള്ള മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇറാനിയൻ പോലീസ് കണ്ടെടുത്തു. തോക്കുകൾ, വലിയ അളവിലുള്ള വെടിയുണ്ടകൾ, മാഗസിനുകൾ, ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവയാണ് ഓപ്പറേഷന് ശേഷം സുരക്ഷാ സേന പിടിച്ചെടുത്തത്. രാജ്യത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള അട്ടിമറികളും ആക്രമണങ്ങളും ലക്ഷ്യമിട്ടാണ് ഈ സംഘം വൻ ആയുധശേഖരവുമായി അതിർത്തി കടന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. സേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. ഇറാൻ അതിർത്തി പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന കുർദിഷ് വിമത സംഘടനയായ PJAK കാലങ്ങളായി ഇറാൻ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തികൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇവരുടെ പതിവ് രീതിയാണ്. മാസങ്ങൾക്ക് മുൻപ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ വൻ ചാരവൃത്തി അട്ടിമറി ശൃംഖലകൾ തകർത്തതായി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നിർണായക നടപടി ഉണ്ടാകുന്നത്. അന്ന് പിടിക്കപ്പെട്ട പല ഏജന്റുമാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരാണെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാനെതിരെ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായാണ് ഇത്തരം അതിർത്തി കടന്നുള്ള നീക്കങ്ങളെന്നാണ് ഇറാന്റെ വാദം. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദ സാന്നിധ്യവും വിദേശ ഇടപെടലുകളും കണക്കിലെടുത്ത് പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇറാൻ തങ്ങളുടെ സുരക്ഷാ നിരീക്ഷണം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ അതിർത്തികൾ നിരീക്ഷിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും അട്ടിമറി നീക്കങ്ങളും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരവും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കാൻ ഇനിയും കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇറാനിയൻ സൈനിക വക്താക്കൾ അറിയിക്കുന്നത്. അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുടെ ചാര ഏജൻസികളായ CIA, മൊസാദ് എന്നിവയുടെ പിന്തുണയോടെയാണ് പടിഞ്ഞാറൻ അതിർത്തിയിലെ കുർദിഷ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ നിരന്തരം ആരോപിക്കാറുണ്ട്. ഇറാനിൽ സാമ്പത്തിക ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൊല്ലപ്പെട്ട 4 തീവ്രവാദികളുടെയും വിവരങ്ങളും അവരുടെ പശ്ചാത്തലവും സുരക്ഷാ ഏജൻസികൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇവർക്ക് പ്രാദേശികമായി ലഭിച്ച പിന്തുണയെക്കുറിച്ചും മറ്റ് ശൃംഖലകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര സൈനിക സംഘർഷങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുന്ന സമയത്താണ് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര ലോകം നോക്കിക്കാണുന്നത്. ഇറാന്റെ കുർദിസ്ഥാൻ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയതോടെ പ്രദേശവാസികൾക്കിടയിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ പോലീസിന്റെയും റവല്യൂഷണറി ഗാർഡ്സിന്റെയും റോന്ത് ചുറ്റൽ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ പരസ്പരം പോരടിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ പോർക്കളമായി അതിർത്തി പ്രദേശങ്ങൾ മാറുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ. ഇത്തരം അട്ടിമറി ശ്രമങ്ങളെല്ലാം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. പടിഞ്ഞാറൻ അതിർത്തിയിലെ കടന്നുകയറ്റങ്ങൾ തടയാൻ അയൽ രാജ്യങ്ങളുമായും ഇറാൻ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്വന്തം മണ്ണുപയോഗിച്ച് ഇറാനെതിരെ അട്ടിമറി നടത്തുന്ന ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ അവർ അതിർത്തി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ആയുധങ്ങളും വിദേശ നിർമ്മിതമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഇറാന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഘടകമാണ്. വരുന്ന ദിവസങ്ങളിൽ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ കൂടുതൽ ശക്തമായ സൈനിക തിരിച്ചറിയലുകൾ നടത്താൻ ഇറാൻ സുരക്ഷാ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും നിർഭയം പോരാടുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ ഓപ്പറേഷനിലൂടെ ഇറാൻ നൽകിയത്.
മധ്യപൂർവേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ കടുത്ത ഭീഷണികൾ നേരിടുമ്പോഴും സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കുർദിസ്ഥാൻ പ്രവിശ്യയിലെ ഇറാന്റെ ഈ വിജയകരമായ സുരക്ഷാ ഓപ്പറേഷൻ.